1986 ഒക്ടോബർ 19 ദക്ഷിണേന്ത്യൻ സിനിമ നടുങ്ങിപ്പോയ ദിവസം. പ്രശസ്ത നടി റാണി പത്മിനിയും അമ്മ ഇന്ദിരയും കൊല്ലപ്പെട്ടു. അവരുടെ വീട്ടിലെ ജോലിക്കാർ തന്നെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. ഇരുവരെയും ബലാത്സംഗം ചെയ്ത ശേഷം കൊല്ലുകയായിരുന്നു. ഇരുവരുടെയും സ്വർണവും പണവുമായി കടന്ന പ്രതികളെ മദ്രാസ് പോലീസ് അന്ന് സാഹസികമായി പിടികൂടി. റാണി പത്മിനി ഒരു ദുരന്ത ഓർമ്മയായി മാറി. എന്തിനും തയ്യാറായി സിനിമയിലെത്തിയ നടിയാണ് റാണി പത്മിനി. അമ്മ ഇന്ദിരയ്ക്ക് റാണി പത്മിനിയെ വലിയൊരു നടിയാക്കാനായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടിയാണ് സ്വദേശമായ കൊച്ചിയിൽ നിന്നും അവർ ചെന്നൈയിൽ എത്തിയത്. തമിഴ് സിനിമകളിൽ മുഖം കാണിച്ചെങ്കിലും രക്ഷയില്ലാതായി റാണി പത്മിനിക്ക്. പക്ഷേ മലയാളത്തിൽ കഥയറിയാതെ എന്ന ചിത്രത്തിലൂടെ അവർ സ്വപ്നതുല്യമായ തുടക്കം കുറിച്ചു. മോഹൻ സംവിധാനം ചെയ്ത കഥയറിയാതെ എന്ന ചിത്രത്തിൽ സുകുമാരനും സോമനുമായിരുന്നു നായകന്മാർ. പടം വലിയ വിജയമായി മാറി. കഥയറിയാതെ എന്ന ചിത്രത്തിലൂടെ റാണി പത്മിനി ശ്രദ്ധേയായി. പക്ഷേ പിന്നീട് വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പാളിച്ച പറ്റി അവർക്ക്. സംഘർഷം എന്ന ചിത്രത്തിൽ ഒരു ബലാത്സംഗ രംഗത്തിൽ പാൻറ്റീസും ബ്രേസിയറും മാത്രം ധരിച്ച് നിന്നു റാണി പത്മിനി ബാലങ്കേ നായർക്ക് മുമ്പിൽ. ആ രംഗം റാണി പത്മിനിയുടെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി. മാദക നടി എന്ന ലേബൽ ഇതോടെ അവർക്ക് മേൽ വീണു. തേനും വയമ്പും, പറങ്കിമല, താറാവ്, തുഷാരം, ആശ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ റാണി പത്മിനി അഭിനയിച്ചു. പറങ്കിമലയിലും റാണി പത്മിനി ഗ്ലാമർ കാണിച്ചു. ആ ചിത്രവും വലിയ വിജയമായിരുന്നു. റാണി പത്മിനി അങ്ങനെ ബി ഗ്രേഡ് നടിമാരിൽ ഏറ്റവും മുൻനിരയിൽ എത്തി. റാണി പത്മിനി നൂൽബന്ധമില്ലാതെ അഭിനയിച്ച ഒരു ചിത്രമുണ്ട്, കരുനാഗം സംവിധാനം ചെയ്തത് KS ഗോപാലകൃഷ്ണനാണ്. കരുനാഗം ഭീമൻ രഘുവും രതീഷും TG രവിയുമൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു. TG രവിയായിരുന്നു ഈ ചിത്രത്തിലെ വില്ലൻ. TG രവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം വില്ലൻ വേഷങ്ങളിൽ അഭിനയിക്കുമെങ്കിലും ജീവിതത്തിൽ സാത്വികനാണ്. ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബലാത്സംഗ സീനുകളിലൊക്കെ ബാലങ്കേ നായരെ പോലെ കൈമൈ മറന്ന് TG രവി അഭിനയിക്കില്ല. എന്തായാലും കരുനാഗത്തിൽ റാണി പത്മിനിയും TG രവിയും തമ്മിലുള്ള വളരെ ഹോട്ടായ ഒരു ബലാത്സംഗ സീനുണ്ട്. ആ സീനിൽ TG രവി റാണി പത്മിനിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നുണ്ട്. നൂൽബന്ധമില്ലാതെ TG രവിക്ക് മുമ്പിൽ റാണി പത്മിനി നിൽക്കുന്ന സീൻ. പക്ഷേ ആ സീനിൽ അഭിനയിക്കാൻ TG രവി വിസമ്മതിച്ചു. TG രവിക്ക് പകരം ഡ്യൂപ്പിനെ വെച്ച് KS ഗോപാലകൃഷ്ണൻ ആ രംഗം ചിത്രീകരിച്ചു. കരുനാഗം തിയേറ്ററുകളിലെത്തി. ആ രംഗം വലിയ വിവാദമായി മാറി. TG രവി KS ഗോപാലകൃഷ്ണൻ്റെ കരണത്തടിച്ചു. തന്നെ ഇങ്ങനെ ഒരു രംഗത്തിൽ തെറ്റിദ്ധരിപ്പിക്കും വിധം ചിത്രീകരിച്ചത്. എന്തായാലും കരുനാഗം ബോക്സ് ഓഫീസിൽ ഭയങ്കര ഹിറ്റായിരുന്നു. കരുനാഗത്തിന് ശേഷം റാണി പത്മിനിക്ക് അധികകാലം ജീവിച്ചിരിക്കാനും സാധിച്ചില്ല. കരുനാഗം ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. അതിലെ പല രംഗങ്ങളും സെൻസർ ബോർഡ് ഇടപെട്ട് പിന്നീട് കട്ട് ചെയ്തു. കാരണം അത്ര ഹോട്ടായ രംഗങ്ങളായിരുന്നു ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിന് ശക്തിയുക്തം പ്രവർത്തിക്കേണ്ടതായി വന്നു. റാണി പത്മിനി ദുരന്തമായ ഒരു ഓർമ്മയാണ്. നിഷ്കളങ്കയായിരുന്നു റാണി പത്മിനി എന്ന് അക്കാലത്തെ പത്രപ്രവർത്തകർ പറയുന്നു. പത്രപ്രവർത്തകർക്ക് മുമ്പിൽ സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്ന സ്വഭാവം, ഫോട്ടോഗ്രാഫർക്ക് മുമ്പിൽ തുണിയഴിച്ച് നഗ്നത പ്രദർശിപ്പിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ഒരു മടിയും കാട്ടാത്ത പ്രകൃതം, ഇതൊക്കെയായിരുന്നു റാണി പത്മിനിയുടെ പ്രത്യേകത. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിരുന്നു അവരെ സിനിമയിൽ പലരും
മുതലെടുത്തു. മുതലെടുത്തവരൊക്കെ അവസാനം റാണി പത്മിനി കൊല്ലപ്പെട്ടപ്പോൾ മുതല കണ്ണീർ പോലും ഒഴുകിയില്ല എന്നത് യാഥാർത്ഥ്യം.